കണ്ണൂരിൽ മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉത്തരവ്. ബംഗളൂരുവിൽ ശസ്ത്രക്രിയയെ തുടർന്ന് മരിച്ച ഇരുവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക. തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റാണ് ഉത്തരവിട്ടത്. സംഭവത്തിൽ വിക്ടോറിയ സർക്കാർ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപിച്ച ഭാര്യ പരാതി നൽകിയിരുന്നു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉത്തരവിട്ടത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂരിലാണല്ലോ മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ മരിച്ച വ്യക്തിയുടെ ഭാര്യയുടെ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഏതാണ്ട് 20 വർഷത്തിലേറെയായി ബാംഗ്ലൂരിൽ താമസിച്ചു വരികയായിരുന്ന ഷാനവാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ബാംഗ്ലൂരിലാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഈ ഷാനവാസിനെ സംസ്കരിച്ചത് കണ്ണൂരിലാണെന്ന് മാത്രമാണ് ഈ വാർത്തയിൽ പ്രധാനമായി എടുത്തു പറയാനുള്ളത്. ഈ പൈൽസിൻ്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലെ വിക്ടോറിയ ആശുപത്രിയിൽ ഷാനവാസിന് സർജറി ചെയ്തിരുന്നു. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ മുറിവുകൾ ഉണങ്ങാതെ വരികയും തുടർന്ന് ഈ ശസ്ത്രക്രിയ നടത്തിയത് തന്നെ ട്രെയിനി ഡോക്ടർമാരാണ് എന്നുള്ള ഗുരുതരമായ ആരോപണവും ഉയർന്നിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അത് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രക്തം വാർന്ന് ഷാനവാസ് വീട്ടിനുള്ളിൽ വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. അന്ന് ഈ ശസ്ത്രക്രിയ നടത്തിയ അതേ വിക്ടോറിയ ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയത്ത് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അവർ തയ്യാറായില്ല എന്നും ഒരു സാധാരണ മരണം എന്നുള്ള രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്ത് കുടുംബത്തെ തിരിച്ചയക്കുകയുമായിരുന്നു. തുടർന്ന് ഈ ഷാനവാസിൻ്റെ കുടുംബ പേരുകളും അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടൊക്കെ കണ്ണൂരാണ്. അദ്ദേഹം ഈ ഭാര്യയോട് ഇക്കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്കാര ചടങ്ങുകൾ കണ്ണൂർ ഇരുവേരിയിലുള്ള പള്ളിയുടെ ശ്മശാനത്തിൽ അവിടെ ഖബറടക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ ഭാര്യ ഇത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ബാംഗ്ലൂരിലെ പോലീസിൻ്റെ ഭാഗത്ത് അനുകൂല ഉത്തരവ് അല്ലെങ്കിൽ അനുകൂല നിലപാട് നേടിയെടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം, എന്താണ് മരണകാരണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഭാര്യ ഷെർലി ഉന്നയിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അവർ ഈ ബാംഗ്ലൂർ പോലീസിൻ്റെ ഉത്തരവുമായി കണ്ണൂരിലെത്തുകയും തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെയോടുകൂടി ഈ ഖബറിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകും. ഈ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവാണോ മരണകാരണം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരമൊരു മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടിയിലേക്ക് പോകുന്നത്. നാളെ രാവിലെ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.